Hello friends, welcome to our channel. അപ്പോൾ നമ്മൾ ഇന്ന് അൺബോക്സിംഗ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ Xiaomi 14 ആണ്. നിങ്ങൾക്കറിയാം Amazonൽ ഇപ്പോൾ ഈ സാധനം നമുക്ക് ആക്ച്വലി 47,999 അവൈലബിൾ ആണ്. നിങ്ങൾക്ക് SBI കാർഡ് ഉണ്ടെങ്കിൽ ഒരു 500 രൂപ ഡിസ്കൗണ്ട് കിട്ടും, അത്രേ ഉള്ളൂ. വേറെ അധികം ഡിസ്കൗണ്ട് ഒന്നും വെച്ചാൽ ഇത് ആക്ച്വലി ലോഞ്ച് ചെയ്ത പ്രൈസ് 70,000 രൂപയാണ്. എന്താ വെച്ചാൽ ഇത് ക്യാമറ സെൻട്രിക് ഫോണാണ്. നിങ്ങൾക്കറിയാം Xiaomi 13 Pro ഒക്കെ നിങ്ങൾ മുമ്പ് കണ്ടിട്ടുണ്ടായിരിക്കും, അതിൻ്റെ ഒരു മോഡലാണ്. ഇതിൻ്റെ ക്യാമറ സെറ്റപ്പ് കണ്ടിട്ടാണ് ഞാൻ ആക്ച്വലി വാങ്ങിച്ചിടുന്നത്. എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം ഇപ്പോൾ 50,000 താഴെയുള്ള ബെസ്റ്റ് ഫോൺ നോക്കിക്കഴിഞ്ഞാൽ എന്താ വെച്ചാൽ നമുക്ക് ഭയങ്കര കൺഫ്യൂഷനാണ്. നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ആക്ച്വലി S23 ഉണ്ട്. നമുക്കിപ്പോൾ ഇതാ ഈ സാധനം S23 256 GB വേരിയൻ്റ് ഒരെണ്ണം വരുന്നുണ്ട്. അതുപോലെ തന്നെ iQൻ്റെ 12 വരുന്നുണ്ട്, ഈ സാധനം വരുന്നുണ്ട്. പിന്നെ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ iPhone 13 പറയാം. ഇത് ആക്ച്വലി 15 13 നമുക്ക് പറയാം, പക്ഷേ 13 പഴയതായി ഓൾമോസ്റ്റ്. അപ്പോൾ അതുകൊണ്ട് ഞാനത് ഇൻക്ലൂഡ് ചെയ്യാത്തതാണ്. പിന്നെ നോക്കുകയാണെങ്കിൽ നമുക്ക് OnePlus 12R വേണമെങ്കിൽ പറയാം, പക്ഷെ അത് 40ൻ്റെ താഴെയാണ് ശരിക്കും കറക്റ്റായിട്ട് പറയേണ്ടത് വരിക. അപ്പോൾ ഇങ്ങനത്തെ ഫോണുകളാണ് വരുന്നത്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാം ഇപ്പോൾ പ്രൈസ് കൂടി അനുസരിച്ചിട്ട് നമുക്കിപ്പോൾ ഓപ്ഷൻസ് ഭയങ്കര കുറവാണ്. പ്രത്യേകിച്ച് പിന്നെ Pixel 8-നൊക്കെ ഇപ്പോൾ വില കുറഞ്ഞു, 30-40ൻ്റെ താഴെയായി. അപ്പോൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ക്യാമറ സെറ്റപ്പും സംഭവങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു കിഡിലൻ സെറ്റപ്പിന് ലൈക്കേൻ്റെ അസോസിയേഷൻ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കും ഒരു ക്യാമറ സെൻട്രിക് ഫോണാണ്. 50 മെഗാപിക്സലിൻ്റെ 3 സെൻസറാണ് വരുന്നത്. അപ്പോൾ അതിൽ 2 സെൻസർ സാംസങ്ങിൻ്റെ ഒരെണ്ണം ഇൻഡിവിജ്വൽ സെൻസറാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് നമുക്ക് അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. ഇതിന് ആക്ച്വലി നല്ല ഡീല് വരുന്നത് എന്താ വെച്ചാൽ അറിയാം, നമുക്കിത് 47 രൂപയ്ക്ക് 12 GB വേരിയൻറ്റ് 512 GB മെമ്മറിയും കിട്ടുന്നുണ്ട്. അതും 3.2 ഉള്ള നമുക്ക് ടൈപ്പ് സി കേബിള് ടൈപ്പ് സി സപ്പോർട്ടും വരുന്നുണ്ട്. അതായത് നമുക്ക് വേണമെങ്കിൽ സാധനം മോണിറ്ററിൽ കണക്ട് ചെയ്യാം. അപ്പോൾ അത്രയും പവർഫുൾ ആയിട്ട് സംഭവം. iQ 12 കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഇതിൽ അങ്ങനത്തെ കുറച്ച് പ്ലസ് പോയിന്റ്സുകളുണ്ട്. പറയുമ്പോൾ പിന്നെ സ്നാപ്ഡ്രാഗൺ Gen 3 ആണ് വരുന്നത്, അത് രണ്ടിലും തന്നെ വരുന്നത്. പിന്നെ നമുക്ക് പ്രൊഫഷണൽ സപ്പോർട്ട് വരുന്നുണ്ട്. മറ്റേത് വരുന്നില്ല. മറ്റേത് നമുക്ക് 50-64 ആണ് സെൻസർ വരുന്നത് കേട്ടോ. പിന്നെ 90 വാട്ട്സിൻ്റെ Xiaomi ഹൈപ്പർ ചാർജ് സപ്പോർട്ട് വരുന്നുണ്ട്. പിന്നെ 120 ഹെർട്സിൻ്റെ LTPO 1.5Kൻ്റെ AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. അതും നമ്മുടെ 6.335 സംതിങ് ആണ് നമുക്ക് ഇതിൻ്റെ സൈസ് വരുന്നത് കേട്ടോ. അപ്പോൾ അത് കാണിച്ചു തരാം. ഞാൻ വൈറ്റ് കളറാണ് ഓർഡർ ചെയ്തത്. നിങ്ങൾക്ക് ഇപ്പോൾ ബോക്സും സംഭവമൊക്കെ അവിടെ കാണുന്നതായിരിക്കും. ബോക്സ് പുതിയ തന്നെയാണ് കേട്ടോ, ആമസോണിലാണ്. ഇത് ആമസോണിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഫ്ലിപ്കാർട്ട് ഞാൻ ഉപേക്ഷിച്ചിരിക്കുകയാണ്. എന്ന് വെച്ചാൽ തലവേദനയാണ് എന്തെങ്കിലും ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ. അപ്പോൾ ഇതിൻ്റെ MRP ഒക്കെ നിങ്ങൾക്ക് കാണുന്നതായിരിക്കും. 80,000 രൂപയാണ് MRP കൊടുത്തേക്കുന്നത്. മാനുഫാക്ചർഡ് ബൈ ഇന്ത്യൻ കമ്പനിയാണ് കേട്ടോ. DBG ടെക്നോളജീസ് ഇന്ത്യൻ കമ്പനീസാണ് മാനുഫാക്ചർ ചെയ്തിരിക്കുന്നത്. മാർക്കറ്റഡ് ബൈ Xiaomi ടെക്നോളജി. മെയ്ഡ് ഇൻ ഇന്ത്യ ചെയ്തിട്ടുണ്ട്. മന്ത് ആൻഡ് ഇയർ ഓഫ് മാനുഫാക്ചറിങ് April 2024 ഇതിൽ നമുക്ക് മൊബൈൽ ഫോൺ, അഡാപ്റ്റർ, USB-C കേബിള്, സിം ഇജക്ടർ ടൂള്, ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡ്, വാറണ്ടി കാർഡ്, പ്രൊട്ടക്റ്റീവ് കേസ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഇതിലും സൈഡിലായിട്ട് നമുക്ക് ഇന്ത്യസ് മോസ്റ്റ് ലൗഡ് സ്മാർട്ട് ഫോൺ ബ്രാൻഡ്. ഇപ്പോൾ ആക്ച്വലി Xiaomi സെക്കൻഡാന്ന് തോന്നിട്ടാ. ഫസ്റ്റ് സാംസങ്, തേർഡ് ആപ്പിളായി. ആപ്പിൾ താഴെ ഇടിഞ്ഞുകൊണ്ടിരിക്കുക. അവരുടെ ഷെയർ മാർക്കറ്റ് ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, വേറെ കാര്യം. അപ്പോൾ ഞാൻ ഇത് കട്ട് ചെയ്യാൻ സീൽ തന്നെയാണ് കേട്ടോ. ഇതിന് ഓപ്പൺ ചെയ്യാൻ കുറച്ചുകൂടി ഒരു ഈസി പരിപാടി നമ്മുടെ സാംസങ്ങും ഇതുപോലെ കൊടുക്കണ പോലെ കൊടുക്കായിരുന്നു. അവർ പക്ഷേ ഈ പ്ലാസ്റ്റിക് ഒക്കെ ഒഴിവാക്കിയത് വേറെ കാര്യം. അതൊക്കെ ഒഴിവാക്കിയതൊന്നും കുഴപ്പമില്ല, പ്ലാസ്റ്റിക് ഒഴിവാക്കുന്നത് നല്ലത് തന്നെയാണ്. അതിന് പകരം അവർ ചാർജറും പെട്ടി കണ്ടുണ്ടാ. ആപ്പിൾ സാംസങ് വല്ലതും കാണുന്നുണ്ടാ. അവരെ പെട്ടി ഇനി അവർ കുറച്ച് കഴിയുമ്പോൾ പെട്ടി ഇറക്കില്ല എന്നുണ്ട്. ഈ ആപ്പിളിൻ്റെ പരിപാടി ഇപ്പോൾ ഈ മരം തുടങ്ങി വെക്കുന്നത് ഈ മരമാണ് എല്ലാം. ഓരോന്ന് എടുത്ത് അടുത്തെടുത്ത് കളയാൻ പറഞ്ഞു. ഞാൻ ചാർജിങ് കമ്പിൾ എടുത്ത് കളയാൻ വരും. ആരും വാങ്ങിക്കരുത്, അതാണ് വേണ്ടത്. പക്ഷെ അത് ചൈനീസ് കമ്പനിയാണല്ലോ, അതാണ് വേറെ കുഴപ്പം. ഇത് ചൈനീസ് കമ്പനിയാണല്ലോ. ആകെ രണ്ടെണ്ണം സാംസങ് ആപ്പിളാണ്. അതായത് ഇന്ത്യയിലല്ല, എന്താ പറയുക, ചൈനീസ് അല്ലാണ്ട് മേജർ കമ്പനി എന്ന് പറയുന്നത് ഈ രണ്ടെണ്ണമാണല്ലോ. അപ്പോൾ നമ്മളത് സീല് പൊട്ടിച്ചിട്ടുണ്ട്. ഞാൻ പേപ്പർ ഇവിടെ ഇടാം, നമുക്ക് എന്തായാലും പിന്നെ കളയാം. ഇവിടെയും വേറെ സെപ്പറേറ്റ് ഒരു സീൽ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് ഇങ്ങനെ തന്നെ പൊട്ടിക്കാം. നമുക്ക് സീൽ കട്ട് തന്നെ ചെയ്യാം, എന്നായിരിക്കും നല്ലത്. ഞാൻ ഇവിടെ കട്ട് ചെയ്തു. ഇനി നമുക്ക് ഓപ്പൺ ചെയ്യാം. പോരട്ടെ. ഇത് അത്യാവശ്യം വെയിറ്റ് ഉണ്ടെന്ന് വെച്ചാൽ കുറേ സാധനങ്ങളുണ്ടല്ലോ. കുറേ ഉണ്ട്. അപ്പോൾ ബോക്സ് ഓപ്പൺ ആയിട്ടുണ്ട്. ഫസ്റ്റ് തന്നെ നമുക്ക് Xiaomi എഴുതിയിട്ട് അപ്പോൾ പോയില്ലേ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ കാണുന്ന പോലെ, ഐഫോൺ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് തന്നെ നിലത്തേക്ക് പോയ പോലെ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ആദ്യം തന്നെ ഇതിൻ്റെ ഉള്ളിൽ കേസും സംഭവമൊക്കെ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് മാറ്റി വയ്ക്കാം. ആദ്യം തന്നെ നമുക്ക് ഫോൺ എടുത്ത് മാറ്റി വയ്ക്കാം. എന്നിട്ട് നമുക്കിത് കാണിച്ചു തരാം. ഫോണിൻ്റെ വെള്ള കളർക്ക് ഇടലായിട്ട് കേട്ടോ. ഇത് വലിയ വെയിറ്റ് ഒന്നും ഇല്ല, പറയുമ്പോൾ 200 ഗ്രാമിൻ്റെ അടുത്ത് വരുന്നുണ്ട്. പക്ഷേ ഭയങ്കര വെയിറ്റ് മാനേജ്മെൻറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാൻ പിടിച്ച് നോക്കുമ്പോൾ എനിക്ക് ഓൾമോസ്റ്റ് നമ്മുടെ iPhone 15 പോലെ തോന്നുന്നുള്ളൂ.
പിന്നെ നമുക്കിതിൽ ചാർജർ വരുന്നുണ്ട് 120 വാട്ടിൻ്റെ ചാർജറാണ് നമുക്കിതിൽ കിട്ടുന്നത്. ടൈപ്പ് എ ടു ടൈപ്പ് സി ആണ്, അത് മാത്രമാണ് കുഴപ്പമുള്ളൂ. ടൈപ്പ് സി ടു ടൈപ്പ് സി ഒക്കെ ആയിരുന്നു. ഇതെനിക്ക് തോന്നുന്നത് PD ചാർജറാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. PD ചാർജറാണെന്ന് തോന്നുന്നുണ്ട്, അത് PD ചാർജറാണെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ പിന്നെ നമുക്ക് എല്ലാത്തിനും ഉപയോഗിക്കാമല്ലോ. പിന്നെ കേബിളും വരുന്നുണ്ട് ഇതിൽ, കേബിളും അത്യാവശ്യം ടൈപ്പ് എ ടു ടൈപ്പ് സി കേബിളും വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇത് എടുത്ത് വയ്ക്കാം, ആവശ്യം വരും. പിന്നെ നമുക്ക് ഇതിൻ്റെ ഉള്ളിലാണ് ഉണ്ടാവുക, അപ്പോൾ അത് നമുക്ക് എന്തായാലും നോക്കി വെക്കാം. ഇതിൻ്റെ ഉള്ളിൽ ഒരു ബ്ലാക്ക് കേസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇതിന് നമുക്ക് ഈ ഫോഗ് ഇഷ്യൂ എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് എല്ലാവർക്കും ഇല്ല, കുറച്ച് പേർക്ക് ആ ഇഷ്യൂ ഫേസ് ചെയ്തിട്ട് ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിൽ നമുക്കൊരു സിം ജെറ്റ് ടൂൾ വരുന്നുണ്ട്, എന്തായാലും നമുക്ക് ആവശ്യം വരും. പിന്നെ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഞാൻ പറഞ്ഞില്ലേ കേസ് ഉണ്ട്, ഒരു ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡ് ഉണ്ട്, പിന്നെ ഒരു ബ്ലാക്ക് കേസും ഉണ്ട് കേട്ടോ. നല്ല അത്യാവശ്യം എന്നാൽ കുഴപ്പമില്ലാത്ത കേസാണ്. അങ്ങനത്തെ കേസ് എന്താ വെച്ചാൽ അത് നല്ല അത്യാവശ്യം കേസാണ്. ഉള്ളിൽ നമുക്ക് ടെക്സ്ചറൊക്കെ ഉണ്ട്. ഒരു ബ്ലാക്കാണ്, അത് ഒരു വൈറ്റൊക്കെ വരുന്നു. ഇതെല്ലാ കളർ ഏത് കളർ എടുത്താലും ഈ ഒരു ബ്ലാക്ക് കളർ കേസ് കിട്ടുക, അതാണ് കുഴപ്പമായത്. കൊള്ളാം, നല്ല കേസാണ് കേട്ടോ. എന്ന് വെച്ചാൽ നോർമലി സാധാ ലോക്കൽ TPU കേസ് അല്ല, അതെങ്കിലും തരുന്നുണ്ടല്ലോ, അതന്നെ ഭാഗ്യം. കുറേ എണ്ണം ഒന്നും തരുന്നുമില്ല, അപ്പോൾ കംപ്ലൈൻറ്റ് പറയാൻ പറ്റില്ല അതുകൊണ്ട്. അപ്പോൾ ഞാനിത് ഒന്ന് നിലത്തേക്ക് പോയി, ഒരു സാധനം നിലത്തേക്ക് പോയി. അപ്പോൾ ഇത് നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. നമ്മുടെ വൺ പ്ലസിൻ്റെ ചാർജർ അവിടെ പോയി. OnePlusൻ്റെ ചാർജറിൻ്റെ വെയിറ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ കേബിൾ ഞാൻ പുറത്തേക്ക് എടുത്തൊക്കെയാണ്. കേബിളിൻ്റെ ക്വാളിറ്റി കുഴപ്പമില്ല, സാധാ കേബിളാണ്, ബ്രെഡ് കേബിൾ സംഭവം നല്ല. വേറെ ഉള്ളിൽ കണ്ടു ഒരു റെഡ് കളറാണ് വരുന്നത് നമ്മുടെ OnePlusൻ്റെ ഒക്കെ പോലെ. റിയൽമിക്കാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ യെല്ലോ ആയിരിക്കും. അപ്പോൾ കേബിൾ കുഴപ്പമില്ല, ഓൾമോസ്റ്റ് ഒരു മീറ്ററിന് മുകളിൽ കുറച്ചുണ്ട് ലെങ്ത്ത് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഫോൺ ഓപ്പൺ ചെയ്യാം. ഇതാണ് നമ്മുടെ ഫോണിൻ്റെ ഇത്. അപ്പോൾ ഞാനിത് ഇത് പേപ്പറല്ല കേട്ടോ, അത് പ്ലാസ്റ്റിക്കാണ്. ഇതൊന്നും അവർ റിമൂവ് ചെയ്തിട്ടില്ല. ഇതൊക്കെ പേപ്പറാക്കായിരുന്നു, ആവശ്യമുള്ള സാധനമൊക്കെ പേപ്പറാക്കാം. വൈറ്റ് കളർ നല്ല ഭംഗിയുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ മാറ്റി വയ്ക്കുകയാണ്. നമുക്ക് ആദ്യം തന്നെ എൻ്റെ കയ്യിൽ ജിയോ സിം ഉണ്ട്, അപ്പോൾ ഞാൻ ആദ്യം തന്നെ നമുക്ക് ഈ സിം അതിലിടാം, എന്നിട്ട് നമുക്ക് ബൂട്ട് ചെയ്യാം, അതായിരിക്കും നല്ലത്. അപ്പോൾ സിം ജെറ്റ് ടൂൾ എവിടെയൊക്കെ ഉണ്ടായിരുന്നല്ലോ. സിം ജെറ്റ് ടൂൾ എവിടെയൊക്കെ ഉണ്ട്, അതിലുണ്ട്. ഇതിലത്തെ സിം ജെറ്റ് ടൂൾ ഇങ്ങനത്തെ ഒരു ഡിസൈനാണ് കേട്ടോ, കാണുന്നില്ലേ? അപ്പോൾ ഞാനതിൻ്റെ സിം ടൂൾ എവിടെയാണ്, ഇതിൻ്റെ സൈഡ് കണ്ടു, നല്ല സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ കളർ, നല്ല രസമുണ്ട് കാണാൻ. എവിടെ സാധനം? സിം ജെറ്റ് ടൂൾ ഇവിടെ ഉണ്ട്. അപ്പോൾ ഞാനത് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇതിൽ എനിക്ക് തോന്നണ 2 സിം വരുന്നുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നത് ഈ സിം സപ്പോർട്ടും ഉണ്ടെന്നുണ്ട്. അപ്പം ഞാൻ സിം ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇനി എന്തായാലും ഇത് ബൂട്ട് ചെയ്ത് നോക്കി നോക്കാം. ചാർജ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്, അപ്പോൾ ഞാൻ പവർ ബട്ടൺ അമർത്തി പിടിച്ചിട്ടുണ്ട്, ബൂട്ടാവട്ടെ. ചെറിയ ചാർജ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ചാർജ് ഉണ്ട്. നമുക്കിപ്പോൾ മീൻ്റെ ബ്രാൻഡ് വന്നിട്ടുണ്ട്. നോർമലി ഷയോമി എന്നാണ് വരാറല്ലോ, ഇപ്പോൾ എന്താ മീയാക്കി. അപ്പോൾ പവർഡ് ബൈ ആൻഡ്രോയിഡ് താഴെ കാണിക്കുന്നുണ്ട്. ഇതിൽ ഹൈപ്പർവോയ്സ് ആണ് വരുന്നത്. ഷയോമി ഹൈപ്പർവോയ്സ് കണ്ടോ, വന്നിട്ടുണ്ടോ? പെട്ടെന്ന് ബൂട്ടായിട്ടാ. നമുക്ക് ഇംഗ്ലീഷ് ഇന്ത്യ സെലക്ട് ചെയ്യാം. അപ്പോൾ അടുത്തത് നമുക്ക് ഇന്ത്യ ഓട്ടോമാറ്റിക്കലി സെലക്ട് ആയിട്ടുണ്ട്, എന്ന് വെച്ചാൽ ഇന്ത്യൻ സെറ്റാണല്ലോ. അപ്പോൾ അതിൻ്റെ യൂസർ ഗൈഡ് ടേംസ് ആൻഡ് കണ്ടീഷൻസ് നമുക്ക് ഒന്ന് കൊടുക്കണം, അക്സെപ്റ്റ് ചെയ്ത് കൊടുക്കണം. ഇത് ഓൾറെഡി നമ്മുടെ ജിയോ സിം ഡിറ്റക്ട് ചെയ്തിട്ടുണ്ട്, ഞാൻ നമ്പർ കാണിച്ചിരുന്നില്ല. അപ്പോൾ ഇനി അത് അവർ നമ്മുടെ നെറ്റ്വർക്കിൽ കണക്ട് ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ അതൊന്ന് സെറ്റപ്പ് ചെയ്തിട്ട് തിരിച്ചു വരാട്ടോ, എന്ന് വെച്ചാൽ വെറുതെ നമുക്ക് എന്നാൽ എന്ത് കൂട്ടണ്ടല്ലോ. അപ്പോൾ നമ്മുടെ കുറേ സെറ്റപ്പ് സംഭവങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ലോഗിൻ ചെയ്ത സമയത്ത് തന്നെ നമുക്കിപ്പോൾ എൻ്റെ പുതിയ OS അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. ഓൾമോസ്റ്റ് 5.9 GB സൈസ് വരുന്നൊരു മെയിൻ OS അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കിത് ആക്ച്വലി PD ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാൻ അവിടെ കാണിച്ചു തരാം കേട്ടോ. ഞാനത് വേറെ സെപ്പറേറ്റ് ഒരു നമ്മുടെ പണ്ട് ഞാൻ ഒരു കുറച്ച് ദിവസം മുമ്പ് നമ്മുടെ iOSന് അല്ലെങ്കിൽ ആപ്പിളിന് പറ്റിയ ബെസ്റ്റ് പവർ ബാങ്ക് എന്ന് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു, ആപ്പിൾ വാച്ചും കൂടിയിട്ടുള്ളത്. നമ്മുടെ ഇതിൻ്റെ പേരെന്തായിരുന്നു പറഞ്ഞല്ലോ, നമ്മുടെ 35 വാട്ടിൻ്റെ PD ചാർജിങ് സപ്പോർട്ട് വരുന്നുണ്ട്. എൻ്റെ പേരെന്തായിരുന്നു മറന്നല്ലോ. പ്രൊമേറ്റിൻ്റെ വീഡിയോ കാണാത്തപ്പോൾ കണ്ടോ, ആമസോണിലൊക്കെ അവൈലബിളാണ്. നമുക്കിതിൽ ടൈപ്പ് സിയും വരുന്നുണ്ട്, ഇൻബിൽഡായിട്ട് ടൈപ്പ് സിയും വരുന്നുണ്ട്, അതുപോലെ തന്നെ ലൈറ്റ്നിങ് കേബിളും വരുന്നുണ്ട്. ഇത് 35 വാട്ടിൻ്റെ സപ്പോർട്ട് വരുന്നുണ്ട്. നമുക്കിതിൽ 27 വാട്ട് വരെ നമുക്കിപ്പോൾ ഇതിൽ കാണിക്കുന്നുണ്ട് സപ്പോർട്ട് കണ്ടോ. അപ്പോൾ ഇത് PD ചാർജിങ് ആണ്. അതിൻ്റെ നമ്മുടെ നോർമലി നമ്മുടെ വിവോയും അല്ലെങ്കിൽ ഒപ്പോ ഒന്നും PD ചാർജിങ് അല്ല, അവരുടെ സെപ്പറേറ്റ് ടെക്നോളജിയാണ് പവർ ബാങ്ക്, നമ്മുടെ ചാർജിങ് ടെക്നോളജിയാണ് വൂക്ക് ചാർജിങ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഇതല്ല കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പവർ ബാങ്കും ആക്ച്വലി PD ചാർജിങ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ആക്ച്വലി ഇത് നിങ്ങളുടെ ലാപ്ടോപ്പിനൊക്കെ ഉപയോഗിക്കാം. അതൊരു നല്ലൊരു കാര്യം തന്നെയാണ്. നമുക്ക് ഇപ്പോൾ നമ്മൾ വാങ്ങിക്കാൻ പോയി കഴിഞ്ഞാൽ ഈ ഒരു 65 വാട്ടിന് തന്നെ നമ്മളിപ്പോൾ ഒരു അഡാപ്റ്റർ വാങ്ങിക്കാൻ പോയി കഴിഞ്ഞാൽ 10,000-4,000 രൂപ എന്തായാലും കുറക്കണം.
അപ്പോൾ അതൊരു നല്ല ഡീൽ തന്നെയാണ്. നമുക്ക് ഈ പ്രൈസിൽ അതിൻ്റെ കൂടെയും കിട്ടുന്നുണ്ടല്ലോ, അത് പറയുന്ന വേണം. ഇതിപ്പോൾ ചാർജിങ് ആയിക്കൊണ്ടിരിക്കുകയുണ്ടോ 24-25 ഇതിൽ മാക്സിമം കാണിക്കുന്നത്. ഇനി എന്തായാലും അവരുടെ നമ്മുടെ ഇതിൽ നോക്കി നോക്കണം. അപ്പോൾ ഇത് ഉണ്ടോ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്, ഫാസ്റ്റ് ചാർജിങ് കാണിക്കുന്നുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഫിംഗർ പ്രിൻ്റ് ഒന്ന് സെറ്റപ്പ് ചെയ്യണം. അപ്പോൾ ഇതാണ് അതിൻ്റെ നമ്മുടെ ഹോം സ്ക്രീൻ വരുന്നത്. കുഴപ്പമില്ല എന്ന് പറയാം എനിക്ക് തോന്നണം. പക്ഷേ ഇതിൽ ചെറിയ ആഡൊക്കെ ചെറുതായിട്ടൊക്കെ ഞാൻ നേരത്തെ കണ്ടു കിട്ടാം. അത് നമുക്ക് കുറേ കോഫീൻ്റെ വരും, കുറേയൊക്കെ വലിയ ഉണ്ടല്ലേ ഷെയർമി. എനിക്ക് തോന്നുന്നു ഷെയർമി ഷോമിയുടെ തന്നെയാണ് ബ്രൗസർ. പക്ഷേ ഒപ്ര ബ്രൗസർ ഈ ഗെറ്റ് ആപ്പൊക്കെ കൂതറ സാധനമാണ്. അതൊക്കെ ടേൺ ഓഫ് ചെയ്ത് വെക്കുന്നുണ്ട്, അത് കളയാൻ പറ്റില്ല ഉറപ്പാണ്. അപ്പോൾ അത് നമുക്കിപ്പോൾ നമ്മുടെ എന്താ പറയുക ആപ്പ് വോൾട്ട് ക്യാൻഡി ക്രഷൊക്കെ കഷ്ടം, അത് നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ നമുക്ക് ഈ ഗെറ്റ് ആപ്പ് എന്തായാലും അൺഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റില്ല, അവന്മാർ തന്നെയാണ്. അത് ഡിസേബിൾ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത്രയും ഭാഗ്യം. ഡിസേബിൾ ഓപ്ഷൻ അവർ കൊടുത്തിട്ടില്ല. ഇനി നമുക്ക് അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് അതിൻ്റെ നോട്ടിഫിക്കേഷൻ സംഭവം കോഫീൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ ഓഫ് ഭയങ്കര ശല്യതേ. കണക്ഷൻ മെത്തേഡ് ഒന്നും വേണ്ട, കണക്ഷൻ ചെയ്യണ്ട നിങ്ങൾ നല്ലത്. പിന്നെ നമ്മുടെ ഡാറ്റയൊക്കെ ഓഫ് ചെയ്തു. ഇനി എന്തായാലും മാക്സിമം വാങ്ങുന്നില്ലല്ലോ. സ്റ്റോറേജ് ആകെ 90 MB 90 MB എടുക്കുന്നുള്ളൂ. എന്നാലും പക്ഷേ ഇതൊക്കെ എന്തിനാണ് അവർ പ്രത്യേകിച്ച് ഇത്രയും റേറ്റ് കൂടിയ ഒരു ഹൈ എൻഡ് ഡിവൈസിൽ ഈ സാധനമൊക്കെ എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പോഴും കണ്ടു 6 നോട്ടിഫിക്കേഷൻ വന്ന് ഇറങ്ങണേ. ഇതൊക്കെയാണ് ഈ ഐക്യൂൻ്റെയും അതുപോലെ തന്നെ വിവോൻ്റെയും ഇതിൻ്റെയൊക്കെ ഒരു പ്രശ്നം. നമ്മൾ ഈ ആപ്പിളും സാംസങ്ങൊക്കെ എടുത്ത് ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് അതേപോലെ ആപ്പിളും സാംസങ്ങൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ആപ്പ് അതായത് സാംസങ്ങിൻ്റെ മിഡ് റേഞ്ച് ഫോണിലൊക്കെ ചെറുതായിട്ട് പരസ്യമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അല്ലാത്ത മോഡലിൽ ഞാൻ പറഞ്ഞത് ഇതൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ സാധനം ഉപയോഗിക്കുമ്പോൾ ഈ പരസ്യം എനിക്ക് ശരിക്കും ഐക്യൂൻ്റെ അമ്മ ഉപയോഗിക്കുന്നുണ്ട്. ഐക്യൂ പരസ്യം എനിക്ക് അതിൻ്റെ ഇടക്കിടയ്ക്ക് ഇങ്ങനെ നോട്ടിഫിക്കേഷൻ കടക്കടക്കാന്ന് നോട്ടിഫിക്കേഷൻ വന്നുകൊണ്ടിരിക്കും. നോക്കുമ്പോൾ ഇങ്ങനത്തെ ആപ്പുകളാണ് ഈ ആപ്പുകൾ. ഇത് അവരെ തന്നെ ആപ്പുകൾ, അവരുടെ തന്നെ ബ്രൗസറുകൾ. ഭയങ്കര ശൈലി, എനിക്ക് ഭയങ്കര ഇറിറ്റേഷനാണ് സാധനം. ഞാൻ അതാണ് മെയിനായിട്ട് IQ 12 തന്നെ പോകാണ്ട്. പിന്നെ IQ 12 കുറച്ചുകൂടി ഇമ്പ്രൂവ്ഡ് ആയിട്ടുള്ള സംഭവം തന്നെയാണെന്ന് വെച്ചാൽ നമുക്ക് പ്രത്യേകിച്ച് ക്യാമറ അവരുടെയാണ് കുറച്ചുകൂടി നല്ലത്. സെക്യൂരിറ്റി ആപ്പൊക്കെ ഉണ്ട്, കുഴപ്പമില്ല. അതിപ്പോൾ എല്ലാത്തിലും ഉണ്ട്, സാംസങ്ങിലൊക്കെ ഉണ്ട്, അതൊന്നും കുഴപ്പമില്ല അവിടെ. അപ്പോൾ ക്യാമറ പെർഫോമൻസ് ഞാൻ ചെറുതായിട്ടൊന്ന് നോക്കിയിട്ട് നമ്മളെന്തായാലും ഞാൻ പറയാം. അതിൽ കുറേ പേര് പറയണമെന്നുണ്ട് കുറച്ചൊരു 10-5 മിനിറ്റ് 10 മിനിറ്റ് വീഡിയോ ഓൺ ആക്കിയിട്ട് ഫോഗ് ഇഷ്യൂ വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എന്തായാലും ഞാൻ ഒന്ന് ട്രൈ നോക്കട്ടെ കേട്ടോ. ഞാൻ ഇനീഷ്യലി ഒരു 10 മിനിറ്റൊക്കെ വീഡിയോ റെക്കോർഡ് നോക്കി. എനിക്ക് പക്ഷേ എന്താ പറയുക ഈ സംഭവം ഒന്നും വരുന്നില്ല കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ ഇതിൻ്റെ റിവ്യൂവിൽ ഞാൻ കുറച്ച് നേരം ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതിൻ്റെ കമ്പാരിസണൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ അതിൻ്റെ റിവ്യൂവിൽ ഞാൻ പറയാം. ക്യാമറ പെർഫോമൻസ് അത്യാവശ്യം നല്ല ക്വാളിറ്റി തരുന്നത്, അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ തരുന്നുണ്ട്. ഇതിപ്പോൾ ഞാൻ കൂടെ ചാർജിങ്ങും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ച് ഇഷ്യൂ ആവുന്നുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ അവരുടെ മെയിൻ ഡൗൺലോഡും സംഭവമൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയൊരു വാമൊക്കെ വരുന്നുണ്ട്. പോരാത്തിന് ഞാൻ പേസിയുടെ റൂമിലായിരിക്കണം, എന്നിട്ട് പോലും വാം ആവുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ എന്താ പറയുക ഒരു ഇനീഷ്യൽ ഇംപ്രഷൻ. നോക്കിക്കഴിഞ്ഞാൽ കുഴപ്പങ്ങളൊന്നുമില്ല. എനിക്ക് വാണിംഗ് ഇഷ്യൂ ഒന്നും വന്നിട്ടില്ല കേട്ടോ. അതുപോലെ വാണിംഗ് ഇഷ്യൂ ഫോഗിങ് ഇഷ്യൂ ഒന്നും വന്നിട്ടില്ല. വീഡിയോ ഞാൻ എടുത്തു നോക്കി, ഞാൻ പറഞ്ഞല്ലോ 10 മിനിറ്റ് വരെ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് 1080pയിലും 4Kയിലും ഇട്ട് നോക്കി, ഇഷ്യൂ ഒന്നും കണ്ടില്ല. ഇനിയിപ്പോൾ എന്തായാലും നമുക്കത് ഫുൾ ഇതിൽ നോക്കി നോക്കാം. അപ്പോൾ നിങ്ങളൊരു 50,000 രൂപയുടെ താഴെ ഒരു ഫോൺ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു ഫോൺ തന്നെയാണ്. നല്ല ഹാൻഡിയാണ് കേട്ടോ സാധനം. നമ്മുടെ നോർമൽ ഐഫോണിൻ്റെ ഒക്കെ പോലെ തന്നെ 6.3 ഇഞ്ച് വരുന്നുണ്ട്, 6.35 വന്നുകൊണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ S23യുടെ സൈസ് ഡിഫറൻസ് വരുന്നുണ്ട്, ചെറിയൊരു കൂടുതലുണ്ട്. അതുപോലെ തന്നെ ഇത് iPhone 15 ഉണ്ടോ, ചെറിയൊരു കൂടുതലുണ്ട്, എന്നാലും നല്ല ഹാൻഡി തന്നെയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് റിവ്യൂ കൂടുതലായിട്ട് നമ്മൾ കുറച്ച് ദിവസം ഉപയോഗിച്ചിട്ട് നമുക്കതിൻ്റെ ഫോഗ് ഇഷ്യൂൻ്റെ കാര്യങ്ങളും അതുപോലെ തന്നെ ബാറ്ററി ബാക്കപ്പിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വേറെ ദിവസം പറയാം കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അടുത്ത വീഡിയോ കാണാം. ചാനൽ ഫോളോ ചെയ്യാൻ മറക്കണ്ട. നമ്മുടെ 2 ചാനൽ കാണുന്നവർ പോയി കണ്ടുനോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് ഫാമിലിക്ക് ഒന്ന് ഷെയർ ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങളിലേക്ക് എൻ്റെ കമൻറ്റ് ചെയ്താൽ മതി. നമ്മളെല്ലാ കമൻറ്റ് റിപ്ലൈ ഒന്നാണ്. അടുത്ത വീഡിയോ കാണാം.